കമന്റ് ഫുള്ള് നെഗറ്റീവ്. അമ്മനെ എത്ര നല്ല പാവം, സെന്റിമെന്റൽ ഇമോഷണൽ സംഭവം, ഒരു പാവ അച്ഛൻ. ഇപ്പൊ ഞങ്ങളൊരു വെറൈറ്റി വീഡിയോ, ഇലക്ഷൻ സമയമല്ലേ, അപ്പൊ ഇലക്ഷന്റെ ഒരു വീഡിയോ സ്ക്രിപ്റ്റ് പെട്ടെന്നൊരു ഐഡിയയിൽ വന്നു. സത്യം പറഞ്ഞാൽ കൂടുതലും ഫാമിലി ഓഡിയൻസ് ആണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അച്ഛൻ ഓരോ മൈൻഡ് ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ? ഹലോ ഹായ്. അപ്പൊ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് കേട്ടാ. അതായത് നമ്മുടെ ചാനൽ സത്യം പറഞ്ഞാൽ ആദ്യം എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ചാനൽ ഒരു 60,000 സബ്സ്ക്രൈബറൊക്കെ നമ്മൾ ഈ ഫണ്ണ് ചാലഞ്ച് വീഡിയോ അതൊക്കെ ചെയ്തിട്ടാണ് ഈ 60,000 സബ്സ്ക്രൈബർ ആയത്. പിന്നെ മെല്ലെ മെല്ലെ ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറ്റി, അതായത് ഫാമിലി കണ്ടന്റ് ഇടാൻ തുടങ്ങി അല്ലേ അമ്മ? അതായത് അച്ഛനെയും അമ്മനെയും വെച്ച് അഭിനയിച്ച് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ എന്തായി, അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായി. ചാനൽ നല്ല ഗ്രോ ആയി, പെട്ടെന്ന് തന്നെ 1,00,000 മേലെ സബ്സ്ക്രൈബർ ആയി. അങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞാൽ കൂടുതലും ഫാമിലി ഓഡിയൻസ് ആണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ ശ്രീലങ്ക, പിന്നെ എന്താ പറയാ, എല്ലാ രാജ്യങ്ങളും ഫുള്ള് കവർ ചെയ്തു കേട്ടോ സംഭവം. ഫാമിലി വീഡിയോസ് നല്ല രീതിക്ക് അങ്ങോട്ട് റീച്ചായി. കുറെ വീഡിയോസ് മില്യൺ വ്യൂസ് ആയി. അതുപോലെ എല്ലാ വീഡിയോസും 5 ലക്ഷം 6 ലക്ഷം കൊണ്ട് അങ്ങനെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മുടെ അമ്മനെയാണ് കൂടുതലും നെഗറ്റീവ് ക്യാരക്ടർ അമ്മനിക്കാണ് കൊടുത്തത്. അമ്മ അത് നല്ല രീതിക്ക് നെഗറ്റീവ് റോള് ചെയ്തിട്ടുണ്ട്. എന്താ നിൽക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് റോൾ അഭിനയിച്ചപ്പോ? കുഴപ്പമില്ലാന്നാ? അതായത് ആൾക്കാരൊക്കെ ഫുള്ള് നെഗറ്റീവ് കമന്റ് കേട്ടാ. കമന്റ് ഫുള്ള് നെഗറ്റീവ്. അമ്മനെ എന്താണ് ഇങ്ങനെ ഒരു അമ്മയുണ്ടോ, ക്രൂര അമ്മ എന്നിട്ടൊക്കെ നല്ല അമ്മനെ തന്നെ ഒരുപാട് നെഗറ്റീവ് ട്രോൾ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനെ വന്നിട്ട്, അച്ഛനെ നല്ല പാവം, സെന്റിമെന്റൽ ഇമോഷണൽ സംഭവം, ഒരു പാവ അച്ഛൻ, എപ്പോഴും പണിയെടുക്കുന്ന, എല്ലാവരും പറയും വീട്ടിൽ പണി അച്ഛനാണ് എടുക്കുന്നത്, അങ്ങനെയൊക്കെ കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഒരു കണക്കിന് സത്യമാണ്. കാരണം അമ്മയ്ക്കിപ്പോ വയ്യ, കണ്ണോപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കിച്ചണിലൊന്നും കയറണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അച്ഛൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യണത്. ഞാനും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും സമയം കിട്ടുമ്പോൾ, വെറുതെ എന്നാൽ. ഓക്കെ, അപ്പോൾ അച്ഛനെ കുറെ പണിയെടുപ്പിക്കലും സങ്കട സീനൊക്കെ ചെയ്തിട്ട് അച്ഛനെ നല്ലൊരു ഇമോഷൻ, അച്ഛൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ, അച്ഛൻ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു നല്ല ഫീലാവും. അതായത് അയ്യോ പാവം എന്നിട്ട് എല്ലാ കമന്റിലും അയ്യോ പാവം അച്ഛൻ, എന്ത് പാവമാണ് അച്ഛൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല എല്ലാവർക്കും അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം. എന്നെക്കാളും അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ എൻ്റെയും അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടിയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ കണ്ടത്. ആ ഒരു വീഡിയോ ആണ് അത്. എനിക്ക് തോന്നുന്നു 1 കോടിന്റെ മേലെ ആൾക്കാർ കണ്ട വീഡിയോ ആണ്. അപ്പോൾ സംഭവം ആ വീഡിയോ വൈറലായിട്ടാ. ഓക്കെ, അപ്പൊ എന്താ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറയ്. ഒന്നുമില്ല കാര്യമായിട്ട്. ഞാൻ ഓട്സ് കഴിക്കുന്നതും എനിക്ക് മുട്ട പൊരിച്ചിട്ട് ചോറ് തരുന്നു, അത്രയും നേരം. ഒന്നും കാണാനും അച്ഛൻ നമുക്ക് രണ്ടാൾക്ക് ഫുഡ് തരിക, പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക, അത്രയും. പക്ഷെ അതിന് ഒരുപാട് പേര് കണ്ടു. ഫാമിലി വീഡിയോസ് കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നുണ്ട് അമ്മ. അതുകൊണ്ടാണ് ഞാനപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, ഈ പഴയ എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു ഒറ്റയടിക്ക്. അപ്പൊ എന്തായി, പെട്ടെന്ന് ചാനൽ ഡൗൺ ആയി. ഇപ്പൊ ആരും കാണുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഓക്കെ ആകും, കുറെ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ശരിയാകും തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനിയും കുറെ ഫാമിലി വീഡിയോസ്, കാരണം നമ്മുടെ ഓഡിയൻസ് ഫുള്ളും ഇതുപോലെ ഫാമിലി കണ്ടന്റ്സ് ഒക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നല്ല രീതിക്ക് അഭിനയിക്കുക. ഈ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇല്ലേ ഓരോ സ്വഭാവമാണ്. അതായത് അഭിനയിക്കാൻ പറഞ്ഞ അമ്മ എന്ത് ചെയ്യും? വരില്ല. അച്ഛൻ ഓരോ മൈൻഡ് ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ? പറയ്. അച്ഛൻ ജോലിക്ക് പോകുമ്പോഴേക്കും അച്ഛനെ എടുക്കണം. എന്താ അച്ഛൻ പോകാനാകുമ്പോഴേക്കും അമ്മ അച്ഛൻ വരും ഒരു ഷൂട്ടിംഗ് ഓടി വരും. അത് എനിക്ക് അപ്പോഴല്ല അമ്മ എനിക്ക് ഐഡിയ കിട്ടുന്നത്. അതുകൊണ്ടാണ്, സമയം ഇല്ലാത്തതുകൊണ്ടാണ് അച്ഛൻ ചൂടാവുന്നത്. അച്ഛന് സമയമാകുമ്പോൾ നിനക്ക് സമയം ഉണ്ടായില്ല. അതാണ്. അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ഫ്രീ ആണ്, പക്ഷെ അമ്മയ്ക്ക് വെച്ചിട്ടുള്ള കണ്ടന്റ് എനിക്ക് കിട്ടണില്ല. നമുക്ക് സെറ്റാക്കാം എന്തായാലും. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അമ്മനെ റെസ്റ്റിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ വൈകാതെ തന്നെ സെറ്റാക്കാം. അപ്പൊ നമ്മള് എന്താ പറയാനുള്ള കാര്യം എന്താണ് പറഞ്ഞു വന്നത് പറയട്ടെ? ഓക്കെ, അപ്പൊ നമ്മള് പറയാൻ വന്നത്, നമ്മുടെ എന്റർടൈൻമെന്റ് വീഡിയോ ചെയ്തിരുന്ന ഞാനിപ്പോ ഇമോഷണൽ ഫാമിലി വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പൊ കൂടുതലും യൂട്യൂബിൽ ഇപ്പോൾ കൂടുതലും ഈ ഫാമിലി വീഡിയോസ് ആണ് ചെയ്യുന്നത്. കാരണം എന്റർടൈൻമെന്റ് ഇടുമ്പോൾ ആരും കാണുന്നില്ല, കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് കൂടുതലും ഫാമിലി കണ്ടന്റ് ആണ് ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലായി. സോ ഇനി മുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സാൻ ബ്ലോഗ്സ് എന്ന ഇൻസ്റ്റാഗ്രാമിൽ ഫാമിലി കണ്ടന്റ് ഇടുന്നു, അതുപോലെ എന്റർടൈൻമെന്റ് വീഡിയോസ് ഇടുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടുതലും ഫാമിലി വീഡിയോസ് മാത്രമേ ഇടാൻ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ ആഗ്രഹിക്കുന്നതല്ല, ഫാമിലി വീഡിയോസ് മാത്രമായിരിക്കും യൂട്യൂബിൽ ഇടുന്നത്. യൂട്യൂബിൽ കുറെ എന്റർടൈൻമെന്റ് വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ സന്ദീപ് മോഹൻ 18 പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫാമിലി വീഡിയോസ് ഇടുന്നതായിരിക്കും.
എന്റർടൈൻമെന്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ പോയി കാണുക. ഓക്കെ, അപ്പൊ ഇതാണ് എന്റർടൈൻമെന്റ് വീഡിയോയിൽ നിന്ന് ഫാമിലി വീഡിയോയിലേക്ക് കടക്കാനുള്ള മെയിൻ റീസൺ ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അമ്മ എന്തിനൊക്കെ ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറ. അച്ഛനെന്താ ഒന്നും പറയാം, എന്തെങ്കിലും പറയ്, എന്ത് പറയണ്ട. എന്താണ് കണ്ട എല്ലാരും കാണുക. അതായത് എല്ലാവരും പുറത്തേക്ക് പോയി അച്ഛനും അമ്മയുടെ അടുത്ത് അന്വേഷിച്ചു പറ. അങ്ങനെയൊക്കെ കൊണ്ട് അമ്മനും അച്ഛനും ഇപ്പൊ ഭയങ്കര കാര്യമാണ്. പുറത്തേക്ക് പോകുമ്പോൾ അറിയുന്നുണ്ട് ആരെങ്കിലും? അമ്മന്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ അച്ഛൻ ഒറ്റയ്ക്ക് അന്ന് കല്യാണത്തിന് പോയി ആരോ ചോദിച്ചതല്ലേ? ആരാ? കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ യൂട്യൂബർ ആണോ അച്ഛൻ്റെ അടുത്ത്? അച്ഛനപ്പൊ അതൊക്കെ ഒരു പ്രൗഡ് മൂവ്മെന്റ് അല്ലേ? ആൾക്കാർക്ക് അറിയാൻ തുടങ്ങിയില്ലേ? അപ്പൊ ഇനിയും ചെയ്യണം നമുക്ക്. അവര് കൂടുതൽ അവനെ മറക്കാനേ പാടില്ല. അത്രയ്ക്ക് വീഡിയോ ചെയ്യുക, ആൾക്കാർക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കണം. ഇന്നിപ്പോ 2 പേരാണെങ്കിൽ നാളെ ഇനി 200 പേര് ചോദിക്കണം. ഓക്കെ, അപ്പൊ ഇനി മുതൽ നന്നായിട്ട് അഭിനയിച്ചോളി. ഞാനിനി സ്ക്രിപ്റ്റൊക്കെ ഞാൻ സെറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അമ്മനെയൊക്കെ വെച്ച് നല്ല അടിപൊളി വീഡിയോ ചെയ്യാണ്. ഇപ്പൊ ഞങ്ങളൊരു വെറൈറ്റി വീഡിയോ, ഇലക്ഷൻ സമയമല്ലേ, അപ്പൊ ഇലക്ഷന്റെ ഒരു വീഡിയോ സ്ക്രിപ്റ്റ് പെട്ടെന്നൊരു ഐഡിയയിൽ വന്നു. അപ്പൊ അതിന്റെ ഇനിയിപ്പോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ പെട്ടെന്നൊരു വ്ളോഗ് എടുത്താണ് കേട്ടോ. ഓക്കെ, അപ്പോ നോക്കാം, നമുക്ക് വർക്കൗട്ട് ആകുമോ നോക്കാം. ഇലക്ഷൻ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ അമ്മ, ഓക്കെ അല്ലേ? സെറ്റ് പറ. ഓക്കെ, അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാട്ടാ. അല്ല അച്ഛാ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഓക്കെ അമ്മ, ടാറ്റ.